നമസ്കാരം. മുഖ്യമന്ത്രി തൻകാര്യം നടത്തുന്നു, പാർട്ടിയെയും സർക്കാരിനെയും ഹൈജാക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു, ഒരാൾ പറയുന്നതിൽ മാത്രം പാർട്ടി കേന്ദ്രീകൃതമാകുന്നു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ കൂടി ഇപ്പോൾ CPM-നുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് അടി കൊടുത്തിട്ട് വിപ്ലവമാണെന്ന് പറയരുത് എന്ന് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞിരിക്കുന്നു. അഹങ്കാരം മാറ്റണം, മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ മതിയോ, ഇങ്ങനെയൊക്കെയാണ് സുധാകരൻ്റെ വാദങ്ങൾ. വിപ്ലവമാണെന്ന് പറയരുത്, അതായത് അഹങ്കാരം മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു, മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ മതിയോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം അടുത്തിരിക്കുന്നു എന്ന് പാർട്ടിയെ ഓർമ്മിപ്പിക്കുകയാണ് സുധാകരൻ. പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് കൂടി സ്വീകാര്യരാവണം, അവർക്കങ്ങനെ സ്വീകാര്യരാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിയമസഭയിലേക്ക് എങ്ങനെ ജയിക്കാനാവുമെന്ന് കൂടി മുൻ മന്ത്രിയും CPM-ൻ്റെ നേതാവുമായിട്ടുള്ള സുധാകരൻ വളരെ കൃത്യമായി പറയുകയാണ്. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കുന്ന ഒരു പ്രസ്ഥാനമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? അങ്ങനെ ജയിക്കാൻ കഴിയുമോ? 5-6 പേർ മാത്രം കെട്ടിപ്പിടിച്ചു കൊണ്ടിരുന്നാൽ ഒരു പാർട്ടി സംവിധാനം ഉണ്ടാകുമോ എന്ന് കൂടി സുധാകരൻ വളരെ കൃത്യമായി ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുകയാണ്. തെറ്റാണത്, ഇങ്ങനെയൊന്നുമല്ല, അറിയാവുന്നത് കൊണ്ടാണ് താൻ പറയുന്നത് എന്നുകൂടി സുധാകരൻ സൂചിപ്പിക്കുകയാണ്. പാർട്ടിക്ക് വെളിയിലുള്ളവർ നമുക്ക് സ്വീകാര്യരാവുന്നില്ലെങ്കിൽ നിയമസഭയിലേക്കൊന്നും ആരും ജയിച്ചു കയറാൻ പോകുന്നില്ല. എങ്ങനെ ജയിക്കും? മാത്രമല്ല, മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനവുമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത്? കണ്ണൂരിൽ എവിടെയെങ്കിലുമൊക്കെ അത്തരത്തിലുണ്ടായേക്കാം, എന്നാൽ ആലപ്പുഴയിൽ എങ്ങുമില്ല അത്തരത്തിലൊരു സ്ഥിതിവിശേഷം എന്നുകൂടി സുധാകരൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മറ്റുള്ളവർ പുറത്തു നിന്നുള്ളവർ, അതായത് കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർക്ക് കൂടി സ്വീകാര്യനാകുന്ന വ്യക്തിത്വമായിരിക്കണം നേതാക്കന്മാർ എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം വളരുന്നത്. പഴയ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് ഒരു MLA കൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആളുകൾക്കതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതൊക്കെ കേൾക്കേണ്ടതുണ്ട്, അതുപോലെ ജീവിക്കാനല്ല, എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് പഴയത് പറയേണ്ടി വരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയപ്പെടുന്നത് ജീവിച്ചിരിക്കുന്ന സഖാക്കൾക്കാണ്. അല്ലെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ നാളെ ആരും തന്നെ ചിലപ്പോൾ അറിയാതെ പോകുമെന്ന് കൂടി പറയട്ടെ. രാജ്യത്ത് ഏകദേശം 12% കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയപ്പെടുന്നത് ഇന്ന് 2.5% മാറിയിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല. ഈ കേരളത്തിലെ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിൻ്റെ കരുത്തുറ്റ നേതാവായ സുധാകരൻ, ആ സുധാകരനാണ് വളരെ കൃത്യമായി പറയപ്പെടുന്നത് ഇന്ത്യയിൽ ഏകദേശം 12% ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയപ്പെടുന്നത് ഇന്ന് ഏകദേശം 2.5% മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ വ്യത്യസ്തമാണ്, കാരണം കേരളത്തിൽ അത് 47% എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ശാന്തമായി വളരെ ക്ഷമയോടെ നമ്മളാണ് എല്ലാറ്റിനും മേലെ എന്നുള്ള ഒരു അഹങ്കാരമുണ്ടല്ലോ, ആ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് ഒരുപാട് മുന്നോട്ട് പോകേണ്ട ഒരു വലിയ പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് പ്രവർത്തകർക്കും സഖാക്കൾക്കും നല്ലത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നല്ലതായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്തൊരു അടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചുപേർ മാത്രം മതി എന്നുമുള്ളൊരു തോന്നൽ ഈ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അത് ശരിയല്ല, ആ ശൈലിയെ ശരിയല്ല. ഇത്തരത്തിൽ വളരെ കൃത്യമായി കണിശതയോടുകൂടി വിമർശിക്കുവാൻ സുധാകരനെ പോലൊരു നേതാവിന് കഴിയുന്നു എന്ന് വെച്ചാൽ, പിണറായി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കെതിരെയുള്ള ആയുധങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഏകാധിപത്യത്തിനിതാ ആണിക്കല്ലടിക്കാൻ പോകുന്നു എന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ കൂട്ടമായി നിങ്ങളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ മരുമകനും പിന്നെ നിങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവരും മാത്രം ചേർന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ അതേ പാർട്ടിയിലെ നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകനായിരുന്ന സഖാവ് സുധാകരൻ. അത് ഓർമ്മപ്പെടുത്തലാണ് സഖാവെ, നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ വീണ്ടും വീണ്ടും അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പോലെ തകർന്ന തരിപ്പണമാകാതിരിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യരാകുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. അതായത് വളരെ കൃത്യമായി വിമർശിക്കുകയാണ് നിങ്ങളെ. ശ്രീ പിണറായി വിജയൻ, നിങ്ങളുടെ ഏകാധിപത്യ പ്രവണതയെ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഇത്തരമുള്ള കിരാത വാഴ്ചകൾക്കെതിരെയാണ് സുധാകരൻ്റെ വാക്കുകളെന്ന് പറയേണ്ടി വരും.
ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹത്തിനെ തരം താഴ്ത്തി അദ്ദേഹത്തിനെ ആലപ്പുഴയുടെ മണ്ണിലേക്ക് മാറ്റി നിർത്താൻ കാണിച്ച നിങ്ങളുടെ വ്യഗ്രതയുണ്ടല്ലോ, ആ വ്യഗ്രതയ്ക്ക് അദ്ദേഹം നൽകുന്ന മറുപടിയല്ല ഇത്. പകരം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു ഉറച്ച മനസ്സിൽ നിന്നുള്ള തീരുമാനമാണ് ഇതെന്ന് പറയേണ്ടി വരും. ഈ പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടുക്കുവാൻ കൂടെ നിന്നവരിൽ പലരും, ഭൂരിപക്ഷ പേരും ഇന്ന് ഈ പാർട്ടിയോട് പോലും കൂറില്ലാതെ മാറി നിൽക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഏറാമൂളികളും ഏകാധിപത്യ പ്രവണതയുള്ളവരും മാത്രമാണ് അതിനെ നയിക്കുന്നത് എന്ന് ഓർത്ത് ലജ്ജിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരായി മാറിപ്പോയവരെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ ജി സുധാകരൻ നൽകുന്നത്. നിങ്ങളും നിങ്ങളുടെ മരുമകനും മാത്രം ചേർന്നുണ്ടാക്കിയെടുത്ത ഒരു കൺസോർഷ്യമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ജീവൻ കൊടുത്തു നിൽക്കപ്പെട്ട വി എസ് അച്യുതാനന്ദൻ അടക്കമുള്ള ആ നേതാക്കളെ തള്ളിപ്പറഞ്ഞ ആൾ കൂടിയാണ് താങ്കൾ എന്നുള്ള കാര്യം താങ്കൾ മറന്നു പോകരുത്. പക്ഷേ കേരളം മറന്നിട്ടില്ല ശ്രീ പിണറായി വിജയൻ നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തികൾ, നിങ്ങൾ പാർട്ടിയോട് കാട്ടിക്കൂട്ടിയ അനീതികൾ, ഇതൊന്നും ഒരു സഖാക്കളും പൊറുക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെയുള്ള ആയുധം ഒരുങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ വലിച്ചു താഴെയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരു സംവിധാനം ഒരുങ്ങുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ മറന്നു പോകരുത്. എല്ലാ കാലവും ഇങ്ങനെ അടിമകളെപ്പോലെ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളെ കാൽക്കീഴിൽ നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് കാലം തെളിയിക്കും ശ്രീ പിണറായി. അതിൻ്റെ ആദ്യത്തെ നിങ്ങൾക്കെതിരെയുള്ള ആയുധമാണ് ജി സുധാകരൻ എന്ന് മറന്നു പോകരുത്. ഇതുപോലെ നിങ്ങൾ വേദനിപ്പിച്ചു വിട്ടവരുണ്ട്, കരയിപ്പിച്ചു വിട്ടവരുണ്ട്, പടിയടച്ച് പിണ്ടം വെച്ചവരുണ്ട്. അത്തരത്തിൽ 1000 സഖാക്കളുണ്ട് ഇങ്ങനെ കരഞ്ഞ് കണ്ണീരോടുകൂടി പിണറായിസത്തിൽ നിന്ന് വേദനയോടെ പടിയിറങ്ങി മടങ്ങിപ്പോയവർ, AKG സെൻറ്ററിൻ്റെ പടി കടന്ന് എങ്ങോട്ടോ മാഞ്ഞു പോയവർ. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളുടെ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയായി വളരെ ശക്തമായ തിരിച്ചടികൾ വരാൻ തുടങ്ങുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളിങ്ങനെ ജനങ്ങളെ പിഴിയുന്നത്, നിങ്ങൾ ജനങ്ങൾക്കെതിരെ കാട്ടുന്ന ഈ ക്രൂരതകൾക്കെതിരെ വളരെ ശക്തമായ ഒരു ജനവികാരം ഉണ്ടാകും. ആ ജനവികാരത്തിന് കൂട്ടുനിൽക്കുന്നത് നിങ്ങളീ പറഞ്ഞ നിങ്ങളുടെ കൂടെയുള്ള സഖാക്കളായ ആ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരിക്കും. അവർ തന്നെയായിരിക്കും നിങ്ങളെ താഴെ വലിച്ചിടുക. നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്ന സഖാക്കൾ തന്നെ നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അവരൊരു കൂട്ടമാകുന്നു, അവരൊരു വലിയ ചിന്താധരണിയായി മാറുന്നു. അത്തരത്തിൽ ഇവിടെ സാധാരണക്കാരായ മറിയക്കുട്ടിമാരുടെ പ്രക്ഷോഭങ്ങൾ, പ്രതികരണങ്ങൾ, അവരുടെ പ്രതിഷേധങ്ങൾ അടക്കം സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയേണ്ടി വരും. അതിന് തന്നെയാണ് ജി സുധാകരൻ ഈ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്.